ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ചേസ് എടുക്കാൻ പോകട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചേസ് ഡെലിവറിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് ചേസ് എടുക്കാം. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഷോറൂമിലെത്തിയിട്ട് കേട്ടോ. അപ്പോൾ കല്ലന്താഴം ഷോറൂമിൽ നിന്നാണ് ഞങ്ങൾ ചേസ് എടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് ഷോറൂം എത്തിയിട്ട് കാണിച്ചു തരാം. റോഡ് പണി കംപ്ലീറ്റ് ആയിട്ടില്ല ഗൈസ്. റോഡ് പണി വളരെ ദയനീയ രീതിയിലാണ് നടക്കുന്നത്. ഇത്തിക്കര പാലം അതിൻ്റെ വർക്ക് ഉണ്ടോ, ഫുള്ള് റോഡ് പണി ഇങ്ങനെ നിൽക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതെന്ന് കംപ്ലീറ്റ് ആവുമെന്ന് ദൈവം തമ്പുരാൻ അറിയാം. ഞങ്ങളെല്ലാവരും ഒരുപാട് കാത്തിരിക്കുന്നൊരു ഇതാട്ടോ. കാരണം ഞങ്ങൾക്ക് ഇനി പോകുമ്പം കറക്റ്റ് ഈ ബൈപ്പാസ് കയറി പോയാൽ മതിയല്ലോ. ഞങ്ങളിപ്പോൾ പോകുന്നത് മൂവാറ്റുപുഴ അങ്കമാലി റൂട്ടിലാണ്. മഴ തുടങ്ങി, കൊട്ടിയായപ്പോൾ മഴ തുടങ്ങി കേട്ടോ. ചാറ്റൽ മഴ കൊട്ടിയൊക്കെ തുടങ്ങി. അപ്പോൾ ഞാനും അനന്തും കൂടെയാണ് ഇന്നത്തെ ചേസ് ഡെലിവറിക്ക് പോകുന്നത്. ഇതാരുടെ ചേസാണ് എന്നൊക്കെ അവിടെ എത്തിയിട്ട് പറയാം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മഴ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് കല്ലന്താഴത്തോട്ട് റോഡ് വർക്ക് നടക്കുന്നതുകൊണ്ട് വീണ്ടും ഇട റോഡൊക്കെ കയറിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഫുള്ള് ബ്ലോക്കായിരുന്നു കേട്ടോ കയറിപ്പോകുന്നത്. അതായത് ഒരു ചെറിയ വഴി കൂടെയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഫുള്ള് ബ്ലോക്ക്, അങ്ങോട്ടും പോകുന്നില്ല ഇങ്ങോട്ടും പോകുന്നില്ല. അവസാനം കുറേ നേരം കിടന്നു കേട്ടോ ആ ബ്ലോക്കൊന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാൽക്കുളങ്ങര ദേവീക്ഷേത്രത്തിൻ്റെ ആ സൈഡ് വഴിയുള്ള റോഡിലൂടെ കേട്ടോ ഇപ്പോൾ പോയത്. അപ്പോൾ നേരെ ബ്ലോക്ക് കഴിഞ്ഞു നേരെ ഞങ്ങൾ ഷോറൂമിലെത്താറായേ. അപ്പോൾ ഇന്ന് ആരുടെ ചേസാണ് എന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുകാരനായ ഇന്ദ്രജിത്തിൻ്റെയും പിന്നെ കണ്ണമ്പ്രോടും കൂടെ ചേർന്ന് എടുക്കുന്ന ഒരു ചേസാണ് കേട്ടോ. അവരുടെ വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പാണ് ഒരു വണ്ടി എടുക്കണമെന്ന്. അപ്പോൾ അത് ഇപ്പോഴാണ് അവർക്ക് ഒത്തു വന്നത്. അങ്ങനെ ഇപ്പോൾ നിലവിൽ അവർ ചേസ് എടുക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഷോറൂമിലെത്തി. അപ്പോൾ ഇനി കാണിച്ചു തരാം കേട്ടോ. ഷോറൂമിലെ കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. നമ്മളിപ്പോൾ ആ ഷോറൂമിലാണ് നിൽക്കുന്നത്, ലൈലാൻഡിൻ്റെ ഷോറൂമിൽ. അപ്പോൾ നമ്മുടെ പിള്ളേരുടെ എൻട്രിയാണ് അടുത്തത്. നമ്മുടെ ചേച്ചിയുടെ ഇന്ദ്രജിത്തും കണ്ണനും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എൻട്രിയാണ്. അപ്പോൾ അവരുടെ ട്രാവലർ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ, യാഷ്. അപ്പോൾ അതിൻ്റെ ഔട്ട് കാര്യങ്ങളൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് ഒരു എൻട്രിയൊക്കെ എടുത്ത് വീഡിയോഗ്രാഫേഴ്സ് കാര്യങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചർക്ക് മിക്കുള്ളവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻവിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അജു ഉണ്ടായിരുന്നു ഖലീഫയുടെ, പിന്നെ അക്കോബ ഉണ്ടായിരുന്നു നമ്മുടെ കാളിയുടെ, അപ്പോൾ അനന്തനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ കമ്പാനിയൻ ടീം മൊത്തം ഉണ്ടായിരുന്നു. അപ്പോൾ കമ്പാനിയൻ്റെ ഓളിനോളാണ് ഈ പറയുന്ന ഇന്ദ്രജിത്ത്. അപ്പോൾ അവരുടെ ടീം പിന്നെ ഒട്ടുമിക്ക എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ പിന്നെ നമ്മൾ ചേസ് ഡെലിവറിയുടെ കാര്യങ്ങളായി വണ്ടിയിൽ അവരുടെ ഫ്ലാഗ് കാര്യങ്ങൾ, അവരുടെ ബാഡ്ജിങ് എല്ലാം കൊടുത്ത് അവരുടെ കാര്യങ്ങളെല്ലാം പ്രൊസീഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പേര് മസാഗലി എന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തു, വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളത്തെ ഒരു 2 ഫ്രണ്ട്സിൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ ഇപ്പോൾ ഈ നടക്കുന്നത്. അപ്പോൾ ഇനി ഒരു ഓണം സീസണൊക്കെ ആകുമ്പോൾ ഈ വണ്ടി നമുക്ക് പ്രകാശിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ പുതിയൊരു വണ്ടിയും കൂടെ ആയി നമ്മുടെ ഇനിയുള്ള ട്രിപ്പുകളിൽ കാര്യങ്ങളെല്ലാം അതും ഉണ്ടാവും. അപ്പോൾ വണ്ടിയുടെ പേര് മസാഗലി എന്നാണ്. നമ്മുടെ യാഷ് ഗ്രൂപ്പിൻ്റെതാണ് കേട്ടോ വണ്ടി. അപ്പോൾ നമ്മുടെ കീ ഡെലിവറി ആയി. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും വിളിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ അത്. കാരണം കുറേ നാളത്തെ അവരുടെ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ മസാഗലിയുടെ ഡെലിവറി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചാവിയൊക്കെ കൈമാറി കാര്യങ്ങൾ കഴി. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ഈ ഒരു വളരെ സന്തോഷമായ ഒരു നിമിഷത്തിൽ ഞങ്ങൾക്കും പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ പോപ്പർ കാര്യങ്ങൾ, ഫയർ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഡെലിവറി സമയത്ത്. അപ്പോൾ അതൊക്കെ അടിച്ചപ്പോൾ പോപ്പറൊക്കെ ചെറുതായിട്ടേ ഇപ്പോൾ അടിക്കാൻ പറ്റത്തുള്ളൂ. കാരണം കൊല്ലം ഷോറൂമിലിപ്പോൾ പോപ്പർ കാര്യങ്ങൾ അടിക്കരുത് എന്ന് ആൾറെഡി ഞങ്ങളടുത്ത് അവിടുത്തെ മാനേജേഴ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ രീതിയിൽ പോപ്പറൊക്കെ അടിച്ച് എല്ലാവരും ഹാപ്പിയായി കാര്യങ്ങളായി പിരിഞ്ഞു കേട്ടോ. പിന്നെ അങ്ങോട്ട് ഫോട്ടോഷൂട്ടായിരുന്നു. അപ്പോൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മൾ ട്രാവലർ ഒരുമിച്ചിട്ടു, പാട്ടൊക്കെ ഇട്ട് കാര്യങ്ങളുണ്ട്. അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു ചേസ് ഡെലിവറി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി വരും മാസങ്ങളിൽ ഒരു 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി മസാഗലി എന്തായാലും അടിപൊളി രീതിയിൽ ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് കാര്യങ്ങൾ വേണം. അപ്പോൾ പിന്നെ അങ്ങോട്ട് ഫോട്ടോഷൂട്ട് കാര്യങ്ങളായിരുന്നു. അപ്പോൾ എല്ലാവരും ഫോട്ടോസ് എടുത്തു, കാര്യങ്ങളെടുത്തു. അപ്പോൾ വണ്ടി ഇന്ന് തന്നെ അവർ മാണ്ടിക്ക് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ വണ്ടി ആദ്യം മാണ്ടിയിലാണ് എടുത്തത്. സ്ട്രക്ചർ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെയാണ്
പീനയിലോട്ടോ അല്ലെങ്കിൽ ലാൽബാഗിലോട്ടോ കൊണ്ടുപോകുന്നത്. അപ്പോൾ വണ്ടിയുടെ ബാക്കി ഷോർട്സും വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ നമ്മുടെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കമ്പാനിയുടെ ടീമെല്ലാം അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങളിതൊക്കെ കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വരാണേ. അങ്ങനെ തിരിച്ചു വന്ന വഴിക്ക് മഴയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. മഴക്കോൾ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മഴ കാര്യമായിട്ടൊന്നും പെയ്തിട്ടില്ല. നേരെ നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് 2-3 സ്ഥലങ്ങളിലൊക്കെ കയറണമായിരുന്നു. അപ്പോൾ അതൊക്കെ കയറി കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ തിരിച്ചു വരുവാണേ. അപ്പോൾ നമ്മുടെ ബസ്സിൻ്റെ ആവശ്യമായിട്ട് ഞങ്ങൾക്ക് കല്ലമ്പലം വരെ ഒന്ന് പോവേണ്ടതായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, ഞങ്ങളുടെ കാര്യങ്ങൾ കഴിഞ്ഞു വന്നപ്പോൾ പിന്നെ രാത്രിയായേ. അപ്പോൾ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഒരു പ്രൈവറ്റ് ബസ്സുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിൽ വെച്ചേക്കുന്ന പോലെ TV അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതൊരു സിനിമ ഇട്ടേക്കുന്നതും കണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ 2-3 ബസ്സുകളും ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ പ്രൈവറ്റ് ബസ്സിലൊക്കെ ഇപ്പോൾ എല്ലാത്തിലും TV ആക്കി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നേരെ നമ്മൾ എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ ചേസ് ഡെലിവറി മനോഹരമായിട്ട് തന്നെ കഴിഞ്ഞു. അപ്പോൾ വണ്ടി എന്തായാലും ഇന്ന് രാത്രി തന്നെ മണ്ടിക്ക് പോകുന്നതാണ് പറഞ്ഞത്. അപ്പോൾ പുതിയൊരു ടീം കൂടെ വരികയാണ്, മസാഖ് അലി. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് കാര്യങ്ങളുണ്ടാവണം. അപ്പോൾ ഇന്ദ്രജിത് ബ്രോയ്ക്കും കണ്ണൻ ബ്രോയ്ക്കും അവരുടെ ടീമിനും എൻ്റെ ഒരു സന്തോഷം കൂടെ ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട. വീഡിയോ എല്ലാം പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ആ ബെൽ ബട്ടൺ കൂടെ അമർത്തിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ബൈ ഫ്രം ഗോകുൽ.